ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീറ ഷൂസ്. അപ്പം ഞാനിതാ BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ 1 മുതൽ +2 വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ഇവിടെ 175-ാം വാർഷികവും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുകയാണ്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പ്രോഗ്രാം കമ്മിറ്റിയിലുണ്ട്, ഓർഗനൈസിങ് കമ്മിറ്റിയിലുണ്ട് കേട്ടോ. അപ്പോൾ പല കമ്മിറ്റിയിലുള്ള ആൾക്കാർ ഇതാ ഫ്രണ്ടിൽ ഇങ്ങനെ ഓരോരോ ഡ്യൂട്ടിയിലാണ്. അപ്പം ഇവിടെ ഇതാ ഓരോരുത്തർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. 89 ബാച്ച്. അപ്പോൾ നേരത്തെ കണ്ടത് PTN മെമ്പേഴ്സാണ്. അവർ നല്ല വൈബാണ്, എല്ലാവരോടും നല്ല കമ്പനിയാണ്, നമ്മളൊക്കെ പെട്ടെന്ന് കമ്പനി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓരോരോ രജിസ്ട്രേഷൻ്റെ ഓരോരോ സെക്ഷനാണ്, അതായത് ഓരോരോ ബാച്ച് അനുസരിച്ച് രജിസ്ട്രേഷൻ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഗൂഗിൾ ഫോമിലാണ് രജിസ്ട്രേഷൻ ചെയ്തത്. ഇതിപ്പോൾ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ഇതേപോലെ ഫുഡിൻ്റെ കൂപ്പൺ, അതുപോലെ തന്നെ ചെറിയൊരു ബാഡ്ജ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് BM സ്കൂളിൻ്റെ എൻട്രി. നമ്മളിങ്ങനെ കടന്നു പോകുമ്പം ഈ സൈഡിലായിട്ട് കുറേ ഫോട്ടോസ് ഇങ്ങനെ കാണാം. ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കിന്ന് പഠിച്ചോനെ, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ബാച്ചൊക്കെ യൂണിഫോമൊക്കെ വേറെ, പിന്നെ ഒരു നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കി അവിടെ വരുന്ന എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരുടെ ബാച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഹിസ്റ്ററി സാർ ഗൈസ്. അപ്പം നെല്ലിമരത്തണലിൽ എന്നാണ് നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ എൻട്രി ചെയ്ത് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല ചെടികൾ, പൂക്കളൊക്കെ, എന്തൊരു രസമാണത്. ഈ ബിൽഡിംഗ് എന്ന് വെച്ചാൽ നമ്മളെ +2 ബിൽഡിങ്ങാണ്. ഇവിടെയാണ് ഞാൻ +2 പഠിച്ചത്. അപ്പോൾ ഈ ഒരു സൈഡിലൂടെ നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മളൊരു ഗ്രൗണ്ട് കാണാം. അവിടെയാണ് മെയിൻ സ്റ്റേജ് ഉള്ളത്. അപ്പം പരിപാടിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ കമ്മിറ്റിയുള്ളവർ കുറച്ച് നേരത്തെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം പ്രോഗ്രാമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെല്ലിമരത്തണലിൽ അങ്ങനെ അടിപൊളിയായിട്ട് അവിടെ ഇങ്ങനെ വൈപ്പാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പം ഞാൻ പിന്നെ നേരെ അമൃത എൻ്റെ ജൂനിയറാണ്. അപ്പം ഞാനിങ്ങനെ നേരെ നടക്കുന്നത്. പിന്നെ വേറൊരു ബാക്കിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഈ ഫുഡ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ ഇവർ അടിപൊളിയായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയും കൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡ് കമ്മിറ്റീൻ്റെ അടുത്തേക്ക് പോയി. അവിടെ എല്ലാവരും ഓരോരോ ജോലിയിലാണ്. ഫുഡ് കമ്മിറ്റീൻ്റെ ആൾക്കാരും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സും പിന്നെ എല്ലാ കമ്മിറ്റിയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അടിപൊളിയായിട്ട് മിങ്കിൾ ചെയ്തിട്ട് തന്നെയാണ്, നല്ല വൈബായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വത്തക്ക വെള്ളം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോന്നിനും ഓരോരുത്തർ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു, അടിപൊളിയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ വളണ്ടിയേഴ്സിനും അതുപോലെ തന്നെ കമ്മിറ്റിയുള്ള ആൾക്കാർക്കൊക്കെ രാവിലെയും വൈകുന്നേരമൊക്കെ നമുക്ക് കൂപ്പണായിട്ട് ചായയും കടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കുടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് ഗേസ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ സംസാരിച്ചത് നമ്മുടെ ഹിസ്റ്ററി സാറാണ്. ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് HM ആണ്. അപ്പം ഒരുപാട് പേര് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം പലരും ഇവിടെ വന്നിട്ടാണ് തൻ്റെ ബാച്ചിനെ തിരിച്ചറിഞ്ഞത് തന്നെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെക്കാട്ടി കൂടുതൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്കാണ് ഈ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ ഇപ്പോഴും കോണ്ടാക്റ്റുള്ള ആൾക്കാരാണ്. ഇവിടെ ഇപ്പം വന്നിട്ട് തൻ്റെ ബാച്ചിലുള്ള ആൾക്കാരെ ഇപ്പം തന്നെ കാണുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ പ്രിയപ്പെട്ട ടീച്ചറാണ്. +2 എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു കവിത മിസ്, എൻ്റെ ഫേവറേറ്റ് മിസ്സാണ്. അതുപോലെ തന്നെ ഷേർലി മിസ്സും മൈ ഫേവറേറ്റ് പൊളിറ്റിക്സിൻ്റെ മിസ്സാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അടിപൊളിയാണ്. പിന്നെ യൂട്യൂബിലൊക്കെ ഞങ്ങളെ കാണിക്കുമെന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു. അപ്പം ഇത് നമ്മുടെ ഓർഗനൈസിങ് കമ്മിറ്റി മെമ്പേഴ്സാണ്. ഇത് ഒരു സൈഡിൽ കുറച്ച് ആൾക്കാർ, അപ്പുറത്തെ സൈഡിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല.
അപ്പോൾ നമ്മൾ കയ്യിൽ പൊന്നാട ഉണ്ട്. അപ്പോൾ അവിടെ റിട്ടയർഡ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിന് നമ്മൾ പൊന്നാട അണിക്കുന്ന ചടങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ മുഖ്യ അതിഥിയെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിട്ടയർഡ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിനെ നമ്മൾ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി, കാരണം ഈ ടീച്ചേഴ്സൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കൂടി ഞാൻ ആ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. പിന്നെ അവിടെയുള്ള എല്ലാവരും തൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ കാണാനും വിശേഷങ്ങൾ അറിയാനൊക്കെ ഓടിയെത്തുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം ഒരു സന്തോഷം, മനസ്സൊക്കെ ഒരു നിറഞ്ഞൊരു ഫീലിംഗ് തോന്നി. പിന്നെ അത് കഴിഞ്ഞപ്പം നെല്ലിമരത്തണലിൽ പേര് കണ്ടുപിടിക്കുന്നത് മത്സരം, അതുപോലെ തന്നെ അത് ഡിസൈൻ ചെയ്തത് മത്സരമാക്കിയിട്ടും പിന്നെ ലോഗോ നിർമ്മാണം അതിനൊക്കെ ഒരു മത്സരമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വിജയിച്ച തിരഞ്ഞെടുത്ത ആൾക്കാർക്കുള്ള സമ്മാനമാണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ PTA പ്രസിഡൻ്റാണ് ഷാജുൽ സാറ്. അപ്പം സാറാണ് ഇതിൻ്റെ മെയിൻ ആൾ. അപ്പം ഇവിടെ ചെറിയൊരു സ്റ്റാളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രസ്സിൽ പ്രിൻറ്റിങ് ചെയ്തിട്ട്, പിന്നെ പോട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള നല്ല നല്ല ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ അയച്ച്. അത് കഴിഞ്ഞ് നമ്മൾ ബാച്ചായിട്ട് ഓരോ ക്ലാസ്സിൽ പോയിരുന്നു. ഓരോ ടീച്ചേഴ്സും നമ്മളടുത്ത് വന്ന് സംസാരിച്ചൊക്കെ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഫുഡിൻ്റെ സെക്ഷനിലേക്ക്, അതായത് ഫുഡ് കഴിക്കാനുള്ള ഇതായി. അപ്പം ആ സൈഡിൽ ഫുഡ് കഴിക്കുന്ന ടൈമിന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണെങ്കിൽ കൂടിയും ആ ഒരു പാട്ട് വെച്ചിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഫോട്ടോ കാണിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാ 2 കൗണ്ടറൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളപ്പോൾ ഫുഡൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ലൈന് നിൽക്കുകയാണ് ഗേസ്. അപ്പം ഇതാ നമ്മൾ അടിപൊളി ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ സാദാ ചോറ്. ഇത് നമ്മളെ പൂർവ്വ വിദ്യാർത്ഥി ഞാൻ ഐസ് കഴിക്കുന്നത് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ എടുപ്പിച്ചാണ്. അപ്പം നല്ല രസമാണ്, അവരൊക്കെ നല്ല കമ്പനിയാണ് എന്നോട്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ്, പിന്നെ സാദാ ചോറ്, അതുപോലെ തന്നെ സാമ്പാർ, ഉപ്പേരിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് PTAൻ്റെ ഒരു സ്റ്റാളാണ് കേട്ടോ, ഒരു ഫുഡിൻ്റെ. അപ്പോൾ നമ്മളെ ഓർമ്മകൾ ഉണർത്തുന്ന മിഠായികളൊക്കെ ഉണ്ട്. നാരങ്ങ മിഠായി, പിന്നെ ഉപ്പിലിട്ട പൈനാപ്പിൾ, പപ്പായ, കക്കിരി, പിന്നെ കട്ട് ഫ്രൂട്ട്സ് കുറേ ഇങ്ങനെ പ്ലേറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സർബത്ത്, പിന്നെ വത്തക്ക വെള്ളം, അങ്ങനെ ചായ, കടികൾ ഒക്കെ ഇങ്ങനെ അവർ PTAൻ്റേതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ PTAൻ്റെ ആൾക്കാർ, അതുപോലെ തന്നെ നമ്മുടെ ഓരോ കമ്മിറ്റിയിലുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെയൊക്കെ വോയിസ് ഇടാത്തത് എനിക്ക് 2-3 പ്രാവശ്യം ഞാനിത് അപ്ലോഡ് ചെയ്തപ്പോഴും എനിക്ക് കോപ്പി റൈറ്റിംഗ് കിട്ടി ഗൈസ്. അപ്പോൾ ഇതിപ്പം അവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ, ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടാം. നല്ല നല്ല പാട്ടാണ്. ഞാനത് ഇടാത്തത് വെച്ചാൽ എനിക്ക് കോപ്പി റൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്നെ ഇങ്ങനെ ടൈം എടുത്തത്. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ മനീഷ് നായരാണ് ആങ്കറിങ് ചെയ്യുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഗെയിം BM എന്ന് ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറയണം, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വിജയിച്ചവർക്കും ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ഗെയിമുകൾ അവിടെ ഇങ്ങനെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞങ്ങളെ ബാച്ചിലുള്ള സംഗീതൻ്റെ ബ്രദറാണ്, അപ്പം സച്ചിൻ. അപ്പോൾ സച്ചിനെയാണ് പാട്ടും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി പാട്ടൊക്കെ. ഇതും ഞാൻ പ്ലേ ചെയ്യാത്ത എന്താ വെച്ചാൽ കോപ്പി റൈറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗേസ്, അതുകൊണ്ടാണ്. അപ്പം കുറച്ച് ആൾക്കാരെങ്കിലും ഈ വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടാവും, ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ കോപ്പി റൈറ്റിംഗ് കിട്ടിയതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ആക്കിയതാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. നല്ല നല്ല പാട്ടുകളുമായിരുന്നു സച്ചിൻ പാടിയത്. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എല്ലാവരും കളിക്കുന്ന കണ്ടിട്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മളെ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി ഡാൻസ് കളിക്കുന്നത്, അവിടെ പാട്ട് പ്ലേ ചെയ്യും, അവർക്ക് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് അവിടെ ഉള്ള ഒരുത്താത്താണ്, എനിക്ക് പേരറിയില്ല. നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നു. ഇത് രമേശ് നമ്മൾ ഓർഗനൈസിങ് കമ്മിറ്റിയിലുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. നല്ല ഡാൻസറാണ്. അപ്പം രമേശ് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇങ്ങനെ ഒന്നിനൊന്നായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവരൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നൊന്നുമല്ല ഗൈസ്, ഇവരൊക്കെ ഓരോരോ ഇത്രയും കാലം നിന്ന ആനന്ദം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് നമ്മളിതാ ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പൺ കണ്ണം സ്റ്റൈൽ ആ പാട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും കളിച്ചതിന് ശേഷം ഗൈസ് ഗിഫ്റ്റൊക്കെ കൈമാറി. പിന്നെ അവരെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും എഗെയിൻ നമുക്ക് പാട്ട് പാടുന്നവർക്കുള്ള ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവരും അവിടെ വരിയായിട്ട് നിന്ന് പാട്ടൊക്കെ പാടിക്കൊണ്ട് കാണും.
നല്ല അതായി സൈഡിൽ കണ്ടോ ഓരോരുത്തർ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് പാട്ടിനനുസരിച്ച്. ഏകദേശം പരിപാടിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ഇംഗ്ലീഷ് സോങ്ങാണ് ഇപ്പോൾ പാടിക്കൊണ്ട് നിൽക്കുന്നത്. അത് അടിപൊളിയായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടീൻ്റെ അവസാനം ഘട്ടം ഇത് ഷാജു സാറാണ് PTA പ്രസിഡൻറ്റ്. അപ്പുറത്ത് തോമസ് സാറും ഇരിക്കുന്നുണ്ട്. സാറ് PTA പ്രസിഡൻറ്റ് സാറ് നല്ല അടിപൊളിയാണ്. നമ്മളെ പരിപാടിയൊക്കെ ഉഷാറാക്കുന്നതിൽ മുൻകൈ എടുത്ത സാറാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടീൻ്റെ അവസാന ഘട്ടമെത്തിയപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓർഗനൈസിങ് കമ്മിറ്റിയാണ്. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ അവിടുന്ന് പറയുന്നുണ്ട്. അപ്പം നല്ല വൈബായിരുന്നു. നല്ല ഹാപ്പി ആയിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. നല്ലൊരു അനുഭവമാണ് തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.